ഇപ്പൊ തമിഴിലാണ് കുറച്ചുകൂടെ ഒരു എനിക്കൊരു പേഴ്സണലി ഒരു എക്സ്പെരിമെന്റേഷൻ സ്കോപ്പ് തമിഴിലാണെന്ന് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നന്മമരം എന്നൊക്കെയുള്ള ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ലവർ അല്ലെങ്കിൽ ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഭാര്യ, അങ്ങനെ ഒരു പോസിറ്റീവ് ഫീലാണ് മേ ബി പടം വരുമ്പോഴത്തേക്ക് അത് മാറുന്നത്. റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്ക ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ആക്സെപ്റ്റൻസ് ഒക്കെ തോന്നി. ഓക്കെ, മമ്മൂക്ക പോലും ഇത്ര കൂളായിട്ട് നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടർ ചെയ്യുന്നു. അപ്പോൾ അതൊരു വലിയൊരു എക്സാമ്പിൾ ആണ്. ഉറപ്പായിട്ടും എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ എപ്പോഴും മോട്ടിവേഷൻ തരുന്ന ഒരാള്, നല്ലൊരു ഭാര്യ, മറ്റേ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എപ്പോഴും ചെയ്തത്. അതിൽ നിന്ന് ഇത് നോക്കുമ്പോ ഉറപ്പായിട്ടും വളരെ ഡിഫറെന്റ് ആയിരിക്കും. പടം കണ്ടുകഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും ഇത്രയും ഡിഫറൻസ് വേണമെന്ന് പറയും നിങ്ങൾ. ഇതിന്റെ പോസ്റ്ററുകൾ നോക്കിയാലും ഒരു എന്താ നമ്മൾ എല്ലാവരുടെ ലൈഫിലും ഫാമിലീസിനും ഉണ്ടാകുന്ന സീക്രറ്റ്സ് അത് ഒരു ത്രില്ലർ മോഡിലാണ് ഫീൽ ചെയ്തത്. ശരിക്കും എന്താണ് സീക്രട്ട് ഫ്രോം ടൈറ്റിൽ കൊടുക്കാൻ കാരണം എന്താണ്? അതിന്റെ ടാഗ് ലൈൻ തന്നെ എവറി ഹോം ഹാസ് സീക്രറ്റ്സ് എന്നുള്ളതാണ്. അതായത് നമുക്ക് എല്ലാ വീടുകളിലും നമ്മൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത തരം സീക്രറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സിനിമ സംസാരിക്കുന്നത് ഒരു ക്രൈം, ഒരു വീട്ടിൽ നടക്കുന്ന ഒരു ക്രൈമും അതിനെ ബേസ് ചെയ്ത് ഉണ്ടാകുന്ന സംഭവവാസങ്ങളിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരം വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഈ സിനിമയ്ക്ക് പറ്റിയ പേര് സീക്രട്ട് ഹോം എന്ന് തന്നെയാണ് നമുക്ക് പറയുന്നത്. ഇതിന്റെ റൈറ്റർ അനിൽ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് ഇതിന്റെ നെയിം ഇതാണ് നല്ലത് എന്നൊരു തോന്നുന്നത്. ശരിക്കും ഇതിനകത്ത് 4 കേന്ദ്ര കഥാപാത്രങ്ങൾ ഇവർ മാത്രമേ ഉള്ളൂ, അതോ മറ്റു കഥാപാത്രങ്ങളുണ്ടോ? മറ്റു കഥാപാത്രങ്ങളുണ്ട്. ഇവര് 4 പേരുമാണ് ഇതിന് ഒരു ഈക്വൽ സ്പേസ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്ക ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ആക്സെപ്റ്റൻസ് ഒക്കെ തോന്നി. ഓക്കെ, മമ്മൂക്ക പോലും ഇത്ര കൂളായിട്ട് നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടർ ചെയ്യുന്നു. അപ്പോൾ അതൊരു വലിയൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് തോന്നി ഓക്കെ, നമുക്കും ഇത് ചെയ്യേണ്ട സമയമായി എന്ന രീതിയിലാണ് അത് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ ഈ സിനിമയുടെ കഥ വേറെ ഒരു സിനിമയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും വിഷ്വൽ ഇതുമായിട്ടൊരു സാമ്യമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇങ്ങോട്ടൊരു കോൺടെസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കോൺഫിഡൻസിലാണ്. പിന്നെ മാത്രമല്ല, ഇങ്ങനൊരു സബ്ജക്റ്റ് നമ്മുടെ സിനിമകളിൽ, ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടില്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് പുതിയൊരു കഥയായിരിക്കും, ആളുകൾ പ്രേക്ഷകർക്ക് അത് പുതിയ അനുഭവമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിച്ചതുകൊണ്ടാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആ ഒരേ അഭിപ്രായം കൊണ്ടാണ് സംഭവിച്ചത്. ഈ ഒരു സബ്ജക്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസറെ കിട്ടുക ഒരു ടഫായിരുന്നു. കാരണം നമ്മളൊരു ഭയങ്കര പ്ലസന്റ് മാസ് അങ്ങനത്തെ സിനിമകളൊന്നും അല്ല, വേറെ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. അത് ഇതിൽ വിശ്വസിച്ചു, ഈ സിനിമയിൽ വിശ്വസിച്ചു. ഈ പറയപ്പെടേണ്ട വിഷയമാണെന്ന കാര്യത്തിൽ അതിലൊക്കെ എന്റെ കോൺഫിഡൻസ്, അതാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. ഈ സിനിമയിലേക്ക് കഥാപാത്രത്തോളം ഡിഫറെന്റ് ആയിരുന്നു. ഇല്ല, എല്ലാ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും മേ ബി അപ്പിയറൻസ് വൈസ് നിങ്ങൾക്ക് കുറച്ചൊക്കെ സിമിലാരിറ്റി തോന്നി. കാരണം സെയിം ആള് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് രീതിക്ക് ഒരു കുട്ടി, അമ്മ, അല്ലെങ്കിൽ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അതുപോലൊക്കെ തന്നെ തോന്നിക്കാണ്. പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും. ഇതിലെ സരിക എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇത് ചെയ്തിട്ടും ശരി, മറ്റേതിലെ മാനറിസംസ് ഒന്നും വരാണ്ടിരിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവര് പറയുന്ന ഡയറക്ടറും അതുപോലെ നമ്മുടെ റൈറ്ററൊക്കെ പറയുന്ന അവർ ഇൻപുട്സ് തരുമല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് സരിക്ക് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോ ഐ ഹോപ്പ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. ഉറപ്പായിട്ടും എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ എപ്പോഴും മോട്ടിവേഷൻ തരുന്ന ഒരാള്, നല്ലൊരു ഭാര്യ, മറ്റേ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എപ്പോഴും ചെയ്തത്. അതിൽ നിന്ന് ഇത് നോക്കുമ്പോ ഉറപ്പായിട്ടും വളരെ ഡിഫറെന്റ് ആയിരിക്കും. പടം കണ്ടുകഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും ഇത്രയും ഡിഫറൻസ് വേണമെന്ന് പറയും നിങ്ങൾ. അത് ആക്ച്വലി എന്നോടല്ല, ഇവിടുത്തെ ഡയറക്ടേഴ്സിന്റെ അടുത്ത് വേണ്ടി ചോദിക്കാനായിട്ട്. അല്ല, ആഗ്രഹിക്കുന്ന പോലെ അല്ല, കിട്ടുന്ന കഥാപാത്രങ്ങൾ എങ്ങനെ നന്നായിട്ട് ചെയ്യാമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. കാരണം അതല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത് 100% കൊടുത്തിട്ട് ചെയ്യാന്നുള്ള മാത്രമേ ഇപ്പൊ നമ്മൾ നോക്കുന്നുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ തമിഴിൽ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചുകൂടെ ആസ് എൻ ആക്ടർ നമ്മൾ എല്ലാ ഡയമെൻഷനിലും ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. തമിഴിലാണ് കുറച്ചുകൂടെ എനിക്കൊരു പേഴ്സണലി ഒരു എക്സ്പെരിമെന്റേഷൻ സ്കോപ്പ് തമിഴിലാണെന്ന് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നന്മമരം എന്നൊക്കെയുള്ള ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ലവർ അല്ലെങ്കിൽ ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഭാര്യ, അങ്ങനെ ഒരു പോസിറ്റീവ് ഫീലാണ് മേ ബി പടം വരുമ്പോഴത്തേക്ക് അത് മാറുന്നത്.
ശരിക്കും പറയാം 12th മാനൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും ആ ഒരു സ്റ്റോറി ലൈനില്ല, അങ്ങനെ ഒരു സ്റ്റോറി കീപ്പിംഗ് ഉണ്ടല്ലോ, ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന രീതി, അവരുടെ ലൈഫ് സ്റ്റൈൽ, ശരിക്കും ഇത് കാണുമ്പോഴും അങ്ങനെ ഒരു സെയിം ഫീലിംഗ് കിട്ടുന്നുണ്ട്. ശരിക്കും ഇതിന്റെ ഒരു കമ്പാരിസൺ ഒരൊന്നും പേടിയുണ്ടോ? ഇല്ല, അങ്ങനത്തെ പേടിയില്ല. കമ്പാരിസൺ ഒന്നും വരാൻ സാധ്യതയില്ല. രണ്ട് ഡിഫറെന്റ് സ്റ്റോറി ലൈനാണ്. പക്ഷെ ആ സിനിമയായിട്ടോ അതിന്റെ കഥാഗതിയുമായിട്ടോ ക്യാരക്ടേഴ്സുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അത് കൂടുതൽ മോശമാകുന്നില്ല. പിന്നെ ക്യാരക്ടേഴ്സ് ഇതിലെ കഥാപാത്രം ഈ പറയുന്ന ഒരു ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. അജീഷ് എന്ന് പറയുന്ന ഒരു IT പ്രൊഫഷണലാണ്. ഞങ്ങൾ ചോദിക്കുന്ന ആൾക്കാരാണ്.